അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ജനുവരി മാസം 14-ാം തീയതി കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം അനുഭവപ്പെടുന്ന 6 രാശിക്കാരെക്കുറിച്ചാണ്. ഈ 6 രാശിക്കാർക്ക് 14-ാം തീയതി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഭാഗ്യങ്ങളെയും കുറിച്ചാണ്. ജനുവരി 14-ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്നാണ് മകരസംക്രാന്തി നടക്കുന്ന ദിവസം. ആ ദിവസം മുതൽ ഈ 6 രാശിക്കാർക്കും സൂര്യൻ്റെ നോട്ടം ലഭിക്കും. ആ സൂര്യപ്രഭാവം ലഭിച്ചു കഴിഞ്ഞാൽ 6 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും. ആ 6 രാശിക്കാർക്കും ഭാഗ്യവും സാമ്പത്തിക ഉയർച്ചയും ജോലി സംബന്ധമായ ഉയർച്ചയും വന്നു ചേരും. ഈ രാശിക്കാർക്കെല്ലാം തന്നെ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് നല്ല മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. എന്നിരുന്നാലും ഈ നാളുകാരെല്ലാം തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ ജാതകം കാണിച്ച് 100% ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. കാരണം പൊതുവെയുള്ള രാശിക്കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും ഈ പറയുന്ന 6 രാശിയുള്ള നക്ഷത്രക്കാർക്ക് വരുന്ന മാറ്റം 100% ഉറപ്പായിരിക്കും. ഇതിലാദ്യം മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് മാറ്റം വരാൻ പോകുന്നത്. ഈ രാശിക്കാർക്ക് വളരെ നല്ല മാറ്റമാണ് വരുന്നത്. ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഇവർക്ക് ഇനി നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. എഴുതിത്തള്ളിയിരുന്ന കടങ്ങൾ തിരികെ ലഭിക്കും. ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കും. അതുമൂലം സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല സമാധാനം ലഭിക്കും. ഇതുവരെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അലസോരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇനി അതെല്ലാം തന്നെ മാറി വീട്ടിലൊരു സ്വസ്ഥത ഉണ്ടാവും. വീട്ടിലെല്ലാവർക്കും തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. മക്കൾക്ക് നല്ല മാറ്റം വരും. കാരണം നല്ല ഉയർച്ച, നല്ല വിദ്യാഭ്യാസം, പരീക്ഷകളിൽ ഉന്നത വിജയം എല്ലാം തന്നെ നിങ്ങൾക്ക് നടന്നിരിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല ഉയർച്ച വരും. പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം ഏറ്റവും ഉള്ള സമയമാണ് മേടൻ രാശിക്കാർക്ക്. കാലാകാലങ്ങളായി വീട് വയ്ക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന മേടൻ രാശിക്കാർക്ക് ഈ മകരസംക്രമം കഴിയുമ്പോൾ വീടിൻ്റെ പണി പൂർത്തിയാകും, അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കും. എന്തായാലും വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സന്താനങ്ങളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതെല്ലാം ഒഴിഞ്ഞു കിട്ടും. ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും പഠനപരമായ കാര്യമാണെങ്കിലും എല്ലാം തന്നെ മാറി നല്ല നിലയിലെത്തും. അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതിരുന്നവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും. മേടൻ രാശിക്കാർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കിനി നല്ല മാറ്റമാണ് വരാൻ പോകുന്നത്. നല്ല സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണിത്. അടുത്തതായി ഇടവൻ രാശിക്കാരാണ്. ഇടവൻ രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുക. ഇവർക്കിനി നല്ല സമയമാണ് കടന്നു വരുന്നത്. ഇവരുടെ കുടുംബത്തിൽ പല മംഗളകർമ്മങ്ങളും നടക്കും. വളരെ കാലമായി മക്കളുടെ വിവാഹം നടക്കാതിരുന്നവർക്ക് ഇനി വരുന്ന ആളുകളിൽ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീടുകളെയും സന്താനങ്ങൾ അവരുടെ നൂലുകെട്ട് ചടങ്ങ് നടക്കുക, വീടിൻ്റെ കല്ലിടിൽ ചടങ്ങ്, ഗൃഹപ്രവേശം, പുതിയ വസ്തുവിൻ്റെ എഴുത്തുകുത്തുകൾ മുതലായവ നടക്കുന്നതായിരിക്കും. അതാണ് ഈ മംഗളകർമ്മങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. വർഷങ്ങളായി ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ദുരിതങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ ഇനി മുതൽ ജീവിതത്തിൽ നിന്ന് അതെല്ലാം മാറി നല്ല സമയമാണ്. അതായത് സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു ജീവിതമാണ് വരാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇനി വെച്ചടി വെച്ച് കയറ്റമായിരിക്കും. നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ സമ്പത്ത് വന്നു ചേരും. ബിസിനസ്സിൽ നിന്നാലും
ജോലിയിൽ നിന്നാലും നല്ല മാറ്റമായിരിക്കും. എല്ലാ കടങ്ങളും വീട്ടാൻ പറ്റും ഈ സമയത്ത്. അടുത്തതായി ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്തര നക്ഷത്രക്കാർക്കാണ് ഈ സൂര്യമാറ്റം കൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത്. ചിങ്ങൻ രാശിക്കാരുടെ അധിപനാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറി നല്ലൊരു ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. വർഷങ്ങൾ ഇതുവരെയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഉടൻ തന്നെ നടക്കുന്നതായിരിക്കും. എല്ലാ സുഖ സൗകര്യങ്ങളും, അതായത് സാമ്പത്തികവും മനസ്സമാധാനവും നിങ്ങൾക്ക് വന്നു ചേരും. ഈ മകരസംക്രാന്തി മുതൽ സൂര്യൻ ഉത്തരായനത്തിലോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും തടസ്സം മാറി കാര്യവിജയമുണ്ടാകും. നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും എല്ലാം തന്നെ നല്ല ശരിയായി ഭംഗിയായ രീതിയിൽ നടന്നിരിക്കും. കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. അതായത് നമ്മളിങ്ങനെ ഒരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളില്ലേ, ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറും. അതുപോലെ തന്നെ നിലവിലെ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ അതും മാറുന്നതായിരിക്കും. ഇപ്പോൾ ചിലർക്ക് പ്രൊമോഷൻ, ഒരു പേപ്പറിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രൊമോഷൻ കിട്ടുമായിരുന്നു എന്നൊക്കെ വരുന്ന സമയങ്ങളെല്ലാം അങ്ങനെ ഇപ്പോൾ ഇനി അത് മുതൽ ആ പേപ്പറും കാര്യങ്ങളെല്ലാം വന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയുള്ള എല്ലാ തടസ്സങ്ങളും, ജോലി സംബന്ധമായിട്ടുള്ള നിങ്ങൾക്കുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കാതെ, അതായത് പ്രതീക്ഷിക്കാതെ വലിയ കമ്പനികളിൽ നിന്നും മറ്റും നിങ്ങൾക്ക് ജോലിക്കുള്ള ചാൻസ് കിട്ടുന്നതായിരിക്കും. അവിടെ ജോലി ചെയ്യാനുള്ള വിളി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ജോലി നല്ല രീതിയിൽ വരുമ്പോൾ തന്നെ നല്ല സാമ്പത്തികം വർദ്ധിക്കുകയും നല്ല വരുമാനം ലഭിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സാമ്പത്തിക ഉയർച്ച ഉണ്ടായിരിക്കും. പിന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല കാലമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് അധികം കാലമായി കിട്ടാനുണ്ടായിരുന്ന സാമ്പത്തികമാണെങ്കിൽ തന്നെ ഈ സമയത്ത് അത് കിട്ടിയിരിക്കും. അതായത് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടും. നിങ്ങളെല്ലാ മേഖലയിലും നല്ല സമാധാനവും സാമ്പത്തിക ഭാഗ്യവും അഭിവൃദ്ധിയും വന്നു വരും. നിങ്ങളെ സംബന്ധിച്ച് മകരസംക്രാന്തി മുതൽ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ശാരീരിക അസ്വസ്ഥതകളും എല്ലാം മാറി നല്ലൊരു ജീവിതമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ജോലി സംബന്ധമായ നല്ല സമയമാണ്. ജോലിയിൽ ഉദ്യോഗക്കയറ്റം ലഭിക്കും. മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തുവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും. വിദേശത്ത് ജോലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയങ്ങളിൽ അവിടെ നിന്നുള്ള അറിയിപ്പ് വന്ന് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് വിസ വന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റും. പല കാര്യങ്ങളും നടക്കാതെ വിഷമിച്ച് നടന്നവർക്ക് അതെല്ലാം മാറി ഒരു നല്ല സമയമാണ് വരുന്നത്. അതായത് തടസ്സം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഈ തടസ്സങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് കഴിയുമ്പോൾ മാറും. എല്ലാം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നടക്കും. അതുകൊണ്ട് മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. വീടുകളിൽ സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കും ഇനി നിലനിൽക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത്. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് ചികിത്സയിലായിരുന്ന ഇവർക്ക് അതെല്ലാം തന്നെ മാറും. അതുപോലെ തന്നെ പൂർണ്ണ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് ഇനി വന്നു ചേരും. കൂട്ടുകുടുംബവുമായി താമസിക്കുന്നവർക്ക്, അപ്പം അവരാകുമ്പം സഹോദരങ്ങളും ബന്ധുമിത്രാദികളെല്ലാം ചേർന്ന് താമസിക്കുന്ന വീടുകളുണ്ടല്ലോ, വളരെ കുറവാണ് എങ്കിലും അങ്ങനെയുള്ള വീടുകളിൽ എപ്പോഴും ഒരു ചെറിയ പിണക്കങ്ങളും വഴക്കുകളും സർവ്വസാധാരണമാണ്. ഇനി മുതൽ അതെല്ലാം മാറി എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തോടെ നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് കൂട്ടുകുടുംബക്കാർക്ക് ഇനിയുള്ള സമയത്ത് വരുന്നതായിരിക്കും. എന്നാലും ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളുടെ ഇതൊരു രാശി വെച്ചിട്ട് കിട്ടുന്നൊരു സംഭവം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. നിങ്ങളുടെ ഗ്രഹനില ഒരു ജ്യോത്സ്യനെ കാണിക്കുവാണെങ്കിൽ അതിനകത്തുള്ള ഗ്രഹങ്ങളുടെ വ്യത്യാസങ്ങൾ കാണും. ആ വ്യത്യാസങ്ങൾ വെച്ചാൽ നമുക്ക് അത് നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും
ചെറിയ ദോഷങ്ങളോ എന്തെങ്കിലും കൊണ്ട് തന്നെ മാറ്റാനും അതിനുള്ള വഴിപാട് നടത്താനും പറ്റും. അതുകൊണ്ട് നിങ്ങളെ അതൊന്നും അടുത്തുള്ള ജ്യോത്സ്യനെ കാണിച്ച് എല്ലാം ഒന്ന് നോക്കി ഉറപ്പ് വരുത്തി അതിനുള്ള പ്രായച്ചിത്വം പ്രതിവിധിയും കണ്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. വർഷങ്ങളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, അതുപോലുള്ള മാനസിക ക്ലേശങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ ഇനി മുതൽ അതെല്ലാം മാറി പൂർണ്ണ ആരോഗ്യപരമായൊരു ജീവിതം ലഭിക്കുന്നതായിരിക്കും. സൂര്യഭഗവാന്റെ പ്രഭ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇരുട്ടിനെ അകറ്റി ഒരു വെളിച്ചം തരുന്നതായിരിക്കും. എന്നാലും നിങ്ങളുടെ ജാതകം ഒന്നുകൂടി പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് അത്യുത്തമമായിരിക്കും. അടുത്തതായി വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഈ രാശിക്കാർക്കും ഇനി വരുന്ന സമയങ്ങൾ നേട്ടങ്ങളുടേതാണ്. ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഭാഗ്യവുമാണ് കടന്നു വരാൻ പോകുന്നത്. ഒന്നും വാങ്ങാതെ നിന്നിരുന്ന ഈ നാളുകാർക്ക് ഇനി ഉയർച്ചയുടെ കാലമാണ്. ഇവരുടെ ഉയർച്ചയിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും തന്നെ ഇവരുടെ സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം തന്നെ കൂടും. ഇതുവരെ അവഗണിച്ചവർ എല്ലാവരും തന്നെ ഇവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. അത്രയ്ക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ വാക്കുകൾക്കും കഴിവിനും അങ്ങേയറ്റം ലഭിക്കുന്ന സമയമാണിത്. അതായത് ഒരു ലീഡർഷിപ്പിലോട്ട് നിങ്ങൾ മാറും. എല്ലാവരുടെയും മുകളിൽ നിങ്ങൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ലീഡർഷിപ്പിലോട്ട് മാറും. ഒരു ഗ്രൂപ്പിൽ നിങ്ങളായിരിക്കും എൻ്റെ ലീഡർ. ആ രീതിയിലോട്ടാണുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. കാരണം ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അത് നിങ്ങളുടെ സമസ്ത മേഖലയിലും എല്ലാ മേഖലയിലും ഗുണമായിരിക്കും ഉണ്ടാക്കിത്തരിക. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ഈ കാലയളവിൽ അതെല്ലാം തന്നെ മാറി നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കാം. മനസ്സിനെ അലട്ടിയിരുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കും. ഈ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ജോലിയിൽ നിങ്ങളുടെ ജോലിയിലൊരു സ്ഥിരത പ്രകടിപ്പിക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം നിങ്ങളൊരു ജോലി കിട്ടി കുറച്ച് നാൾ ചെയ്യുമ്പോൾ തന്നെ അടുത്ത ജോലിയിലേക്ക് മാറി, അത് നോക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത ജോലിയിലേക്ക് മാറി, ഇങ്ങനെ ഒരു മാറ്റം അത് ചെയ്യുന്നത് വളരെ മോശമായിട്ട ഒരു കാര്യം. ഒരു ജോലിയിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രൊമോഷനോ അതിൻ്റെ ഉന്നത പദവികളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് ജോലിയിലായാലും അതൊന്ന് പഠിച്ച് അതിനകത്തൊരു പൊസിഷൻ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇനി വരുന്ന ആളുകളിൽ സാമ്പത്തിക വർധനവ് തീർച്ചയായും ഉണ്ടായിരിക്കും. കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന പണം ഈ സമയങ്ങളിൽ തിരികെ കൊണ്ടുതരും ചോദിക്കാതെ തന്നെ. അതുപോലെ തന്നെ ബാങ്കിൽ ലോണിന് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ പാസ്സായി മാനേജരെ വിളിച്ചിട്ട് പൈസ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാരണം അതെല്ലാം പാസ്സാകും. സമയം മാറുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നടന്നിരിക്കും. അതുപോലെ ചിട്ടികളിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തന്നെ കാര്യം തന്നെ നിങ്ങൾക്ക് ചിട്ടിയടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ കടബാധ്യതകളും നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നതായിരിക്കും. കടത്തിലായിരുന്നവർക്ക് ഇനി വരുന്ന നാളുകളിൽ അതെല്ലാം അടച്ച ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കും, മനസ്സമാധാനം ഉണ്ടായിരിക്കും. നിങ്ങൾ പക്ഷേ ഈ കിട്ടുന്ന സമയം, ഈ നല്ല സമയം നിങ്ങൾ മാക്സിമം അത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ജോലി സംബന്ധമായിട്ടാണെങ്കിലും എന്തായാലും ഏത് തൊഴിൽ മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതാത് മേഖലയിൽ നിങ്ങൾ നല്ല കഠിനമായിട്ട് അധ്വാനിക്കണം, പരിശ്രമിക്കണം. നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. അടുത്തതായി ധനുരാശിക്കാർക്കാണ് ഈ മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. ധനുരാശിക്കാരായ മൂലം, പുരാടം, ഉത്രാടം നാളുകാരാണ് ഈ ഭാഗ്യവാന്മാർ. ജനുവരി 14 കഴിഞ്ഞാൽ ഇവർക്ക് ഭാഗ്യം വന്നു ചേരുകയാണ്. കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ആയിരുന്ന ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരു മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. ജീവിതം ഇനിയാണ് ഇവർ ആസ്വദിക്കാൻ പോകുന്നത്. ഇവരുടെ എല്ലാം ബുദ്ധിമുട്ടുകളും മാറി നല്ലൊരു ജീവിതം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു. ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരമായി സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും മനസമാധാനത്തിൻ്റെയും നാളുകളാണ് ഇവർക്ക് വരുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ എന്ത് കാര്യത്തിനും ഒരു തടസ്സമുണ്ടായിരുന്നു. അത് ജോലി സംബന്ധമായിട്ടായാലും വല്ല ബിസിനസ് സംബന്ധമായിട്ടായാലും
അതിങ്ങനെ ഇവരെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുമായിരുന്നു. ഈ ജനുവരി 14 കഴിഞ്ഞാൽ അതെല്ലാം തന്നെ മാറി അവർ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാൻ പോകുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ വരുന്നതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ കുടുംബത്തിൽ ഒരു ആശ്വാസം ലഭിക്കും, പകുതി ആശ്വാസം ലഭിക്കും അല്ലേ. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യം, അത് രണ്ടും മാറിയാൽ വീടുകളിൽ നല്ലൊരു സമാധാനം ഉണ്ടാവും. ആരോഗ്യപരമായി നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നല്ല ഈശ്വരാധീനവും കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വാക്ക് പാലിക്കാൻ പറ്റും. വീട്ടിലായാലും നാട്ടിലായാലും പറയുന്ന സമയത്ത് കാര്യങ്ങൾ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ സമയത്ത് നടന്നിരിക്കും, അല്ല നടത്തിയിരിക്കും. പക്ഷേ ഈശ്വരാധീനം ഉണ്ട് എന്ന് വെച്ച് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കരുത്. നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയാൽ ഒരു ചെറിയ വഴിപാടുകൾ നടത്തിയിട്ട് വരാൻ നോക്കണം. ഇപ്പോൾ വിഷ്ണു പൂജയോ അല്ലെങ്കിൽ നടക്കാൻ നിങ്ങൾക്ക് പറ്റിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെങ്കിൽ തന്നെ ഒരു അർച്ചനയോ ഒരു നെയ്വിളക്കോ എന്തെങ്കിലും ചെയ്യുക. ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിലും പോവുക. ഈ രാശിക്കാർക്ക് എല്ലാ ഗുണങ്ങളും ഭാഗ്യങ്ങളും വരുന്ന സമയം തന്നെയാണ് വരുന്നത്. അടുത്തതായി മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം വരാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനയോഗവും ഭാഗ്യവുമാണ് വരുന്നത്. സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകും. കഷ്ടതകളുടെ നടുക്ക് നിന്ന് നിങ്ങൾ കരകയറാൻ പോവുകയാണ്, അതും ഉന്നതിയിലേക്ക്. നിങ്ങൾക്ക് വലിയ രീതിയിൽ സാമ്പത്തികം വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം ഒരു വലിയ നല്ല നിലയിൽ തന്നെ എത്തിച്ചേരും, ഉറപ്പാണ്. വളരെയേറെ നേട്ടങ്ങളാണ് വരുന്നത്. വിട്ടുമാറാതിരുന്ന പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി കിട്ടും. അതേപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച, അതാണ് എൻ്റെ ആദ്യത്തെ കാര്യം. സാമ്പത്തിക ഉയർച്ച കിട്ടും. ജോലി സംബന്ധമായിട്ട് നല്ല സമയമാണ്. പിന്നെ വർഷങ്ങളായിട്ട് കേസും വഴക്കൊക്കെ ആയിട്ട് നടന്നവർക്ക് നിങ്ങൾക്ക് അനുകൂലമായ വിധി കേസിൻ്റെ വരുന്നതായിരിക്കും. എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറി നല്ല സമയമാണ് മകരം രാശിക്കാർക്ക് വരുന്നത്. വരുന്ന സമയം മുതൽ, ഈ നല്ല സമയം മുതൽ ശക്തമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടന്നിരിക്കും. എല്ലാവർക്കും നല്ല കാലമാണ് വരുന്നത്. ഈ പറഞ്ഞ എല്ലാ നാളുകാർക്കും രാശിക്കാർക്കും നല്ല സമയമാണ് വരുന്നത്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.